പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി ഞാൻ എടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മുടെ ഗുരുനാഥൻ അരുളിച്ചെയ്ത ഒരു അമൂല്യമായ വചനമാണ്. ഫലങ്ങൾ കൊണ്ടാണ് വൃക്ഷം അറിയപ്പെടുന്നത്. എന്തൊരു അർത്ഥഗംഭീരമായ സത്യമാണിത്! ഈ വാക്യത്തിലൂടെ നമ്മുടെ കർത്താവ് നമ്മെ പതിപ്പിക്കുന്നത്, ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം തീരുമാനിക്കപ്പെടേണ്ടത് അവന്റെ വാക്കുകൾ കൊണ്ടോ അവന്റെ അവകാശവാദങ്ങൾ കൊണ്ടോ അവന്റെ പുറംമോടികൾ കൊണ്ടോ അല്ല, മറിച്ച് അവന്റെ ജീവിതത്തിൽ നിന്ന് ഉതിർന്നു വീഴുന്ന പ്രവൃത്തികൾ എന്ന ഫലങ്ങൾ കൊണ്ടാണ് എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ വചനം പറയപ്പെട്ട പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. ആ സമയത്ത് പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ നന്മയെ തിന്മയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവർ അവിടുത്തെ അത്ഭുത പ്രവൃത്തികളെപ്പോലും ദുഷിച്ച ശക്തികളോട് ബന്ധപ്പെടുത്തി. അപ്പോഴാണ് കർത്താവ് ഈ വലിയ സത്യം അവതരിപ്പിക്കുന്നത്: ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് വിലയിരുത്തുക. നമുക്കിപ്പോൾ ദൈവവചനത്തിന്റെ വിളക്കിൽ നമ്മുടെ ജീവിതം പരിശോധിക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നു: എന്റെ സഹോദരങ്ങളെ, മരിച്ചവരിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റ കർത്താവോട് ചേരപ്പെട്ട നിങ്ങൾ ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിനായിട്ടാണ് ഇതെല്ലാം. നാം ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നതിന്റെ ലക്ഷ്യം വെറും അനുഭവത്തിനല്ല, മറിച്ച് നമ്മുടെ ജീവിതം ഫലപുഷ്ടമാകാനാണ്. നമ്മൾ ഓരോ ഞായറാഴ്ചയും പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആ പ്രാർത്ഥന പിന്നീട് നമ്മെ ദയാലുക്കളും ക്ഷമാശീലരുമാക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ആരാധന എന്ന വേര് നല്ലതാണെങ്കിൽ ജീവിതം എന്ന ഫലവും നല്ലതായിരിക്കും. വിശുദ്ധ ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായം 44-ാം വാക്യത്തിൽ കർത്താവ് അരുളിച്ചെയ്യുന്നു: ഓരോ വൃക്ഷവും അതിന്റെ സ്വന്തം ഫലം കൊണ്ട് അറിയപ്പെടും. മുള്ളുകളിൽ നിന്ന് അത്തിപ്പഴം പറിക്കുകയോ കുറ്റിക്കാടുകളിൽ നിന്ന് മുന്തിരിങ്ങ പറിക്കുകയോ ചെയ്യുകയില്ലല്ലോ. ഈ വചനം നമ്മെ ഗൗരവമായി ചിന്തിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഫലങ്ങൾ ഏതാണ്? നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ, ജോലിസ്ഥലത്ത്, കുടുംബത്തോടൊപ്പം നമ്മുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രകടമാകുന്നത് സ്നേഹമാണോ അതോ കയ്പാണോ? അതാണ് നമ്മൾ ഏതുതരം വൃക്ഷം എന്നതിന്റെ തെളിവ്. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ കിരില്ലോസ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു: ഒരു മനുഷ്യന്റെ കണ്ണുകൾ അവന്റെ ഹൃദയത്തിന്റെ കവാടങ്ങളാണ്, എന്നാൽ അവന്റെ കൈകളും നാവും ആ കവാടങ്ങളിൽ കൂടി പുറത്തേക്ക് ഒഴുകുന്ന ജലത്തിന്റെ ഗുണമേന്മയെ വെളിപ്പെടുത്തുന്നു. അതായത്, നാം എന്ത് കാണുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് ആഗ്രഹിക്കുന്നു എന്നതെല്ലാം ഒടുവിൽ നമ്മുടെ പ്രവൃത്തികളിലൂടെ പുറത്തുവരും. ഈ പിതൃവചനത്തിന്റെ പ്രായോഗികമായ അർത്ഥം ഇതാണ്: നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധമായ കാര്യങ്ങളിലേക്ക് തിരിക്കേണ്ടതുണ്ട്. ദിവസേനയുള്ള പ്രാർത്ഥന, വിശുദ്ധ വചനം വായിക്കൽ, സഭാശുശ്രൂഷകളിൽ പങ്കെടുക്കൽ, ഇവ നമ്മുടെ ഉള്ളിലെ കിണറിനെ ശുദ്ധമായ വെള്ളം കൊണ്ട് നിറയ്ക്കുന്നു. അപ്പോൾ പ്രതിസന്ധികളിലും പ്രലോഭനങ്ങളിലും ആ ശുദ്ധമായ വെള്ളമാണ് പുറത്തേക്ക് ഒഴുകുക. എന്നാൽ നമ്മുടെ മനസ്സ് ലോകത്തിന്റെ തിരക്കുകളിലും ദുർവിചാരങ്ങളിലും മുഴുകിയിരിക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് ഒഴുകുന്നത് കയ്പും ദേഷ്യവും അസൂയയുമായിരിക്കും. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 2-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം: നിനക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് പ്രവൃത്തികളുണ്ട്. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിക്കുക. ഞാൻ എൻ്റെ പ്രവൃത്തികൾ വഴി നിനക്ക് എൻ്റെ വിശ്വാസം കാണിച്ചു തരാം. എത്ര മനോഹരമായ വെല്ലുവിളിയാണിത്! നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ഉപവാസം ഇവയെല്ലാം അദൃശ്യങ്ങളാണ്. എന്നാൽ ഈ അദൃശ്യമായ ഹൃദയാവസ്ഥയുടെ ദൃശ്യമായ ഫലമാണ് നമ്മുടെ പ്രവൃത്തികൾ. നമ്മൾ പറയുന്ന ഞാൻ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പ്രാമാണികത നാം ദരിദ്രരോട്, രോഗികളോട്, നമ്മെ ദ്രോഹിച്ചവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിലൂടെ പ്രകടമാകുന്നു. ഒരു വൃക്ഷത്തിന്റെ ഫലം കൊയ്യുന്നവൻ അതിന്റെ വേരുകളെ ബഹുമാനിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സൽപ്രവൃത്തികൾ ദൈവത്തിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഹൃദയം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സിംഹാസനത്തോട് ചേർന്നിരിക്കുന്നു. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ നല്ല പ്രവൃത്തികൾ ഒരിക്കലും നമ്മെ തന്നെ പ്രകീർത്തിക്കാനുള്ള ഉപാധിയാകരുത് എന്നാണ്. നമ്മൾ ആർക്കെങ്കിലും സഹായം ചെയ്യുമ്പോൾ, നമ്മൾ ആരെങ്കിലും ക്ഷമിക്കുമ്പോൾ, അത് ഞാൻ എത്ര നല്ലവൻ എന്ന് ലോകത്തോട് പറയാനല്ല, മറിച്ച് എൻ്റെ ദൈവം എത്ര നല്ലവൻ എന്ന് വിളിച്ചു പറയാനാണ്. നമ്മുടെ ഫലങ്ങൾ നമ്മിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നെങ്കിൽ ആ ഫലങ്ങൾ വീർപ്പുമുട്ടി. എന്നാൽ അവ ദൈവത്തിലേക്ക് വിരൽ ചൂണ്ടുന്നെങ്കിൽ ആ ഫലങ്ങൾ അനശ്വരമാണ്.
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ കർത്താവ് ഒരു ഗൗരവമുള്ള മുന്നറിയിപ്പ് നൽകുന്നു. എന്നിൽ ഫലം കായ്ക്കാത്ത ശാഖകളെ ഒക്കെയും അവൻ പിതാവ് എടുത്തുകളയുന്നു. ഇത് നമ്മെ നടുക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നാം എത്ര കാലമായി സഭയിൽ അംഗങ്ങളായിരിക്കുന്നു എന്നതല്ല പ്രധാനം. നമ്മിൽ ക്രിസ്തുവിന്റെ ജീവൻ ഉണ്ടോ, ആ ജീവൻ ഫലങ്ങളായി പുറത്തു വരുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ഒരു വൃക്ഷം നിന്നു ഇരിക്കും, പക്ഷെ അത് ഫലം കായ്ക്കുന്നില്ലെങ്കിൽ അതിന്റെ നിലനിൽപ്പ് തന്നെ അർത്ഥശൂന്യമാകുന്നു. ഒരു വൃക്ഷത്തിന്റെ വളർച്ച അതിന്റെ വേരുകൾക്ക് വെള്ളം നൽകുന്ന മഴയിലാണ്. എന്നാൽ ഒരു നല്ല വൃക്ഷത്തെ മറ്റുള്ളവർ തിരിച്ചറിയുന്നത് അതിനു കീഴിൽ തണലും മുകളിൽ ഫലങ്ങളും ഉള്ളതിനാലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ വേരുകൾക്ക് ജലം നൽകേണ്ടത് സ്വർഗീയ കൃപയാണെങ്കിൽ നിങ്ങളുടെ ശാഖകൾ ചുറ്റുപാടിനും തണലും ഭക്ഷണവുമാകും. നാം നമ്മുടെ ആത്മീയ വളർച്ചയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നാം നമ്മെ തന്നെ കേന്ദ്രമാക്കുന്നു. എന്നാൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം വളരുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നതുമാണ്. നമ്മുടെ പ്രാർത്ഥന നമുക്ക് സമാധാനം നൽകുന്നുവെങ്കിൽ ആ സമാധാനം നമ്മുടെ വീട്ടിലും നമ്മുടെ സഭയിലും നമ്മുടെ നാട്ടിലും വ്യാപിക്കണം. കാരണം തണൽ നൽകാത്ത വൃക്ഷവും പങ്കുവെക്കാത്ത ഫലവും ജീവിതത്തിന്റെ പൂർണ്ണതയിലെത്തിയിട്ടില്ല. സ്വർണനാവുകാരനായ മോർ ഇവാനിയോസ് പറയുന്നു, പലപ്പോഴും നാം വിചാരിക്കുന്നു നമ്മുടെ വലിയ പ്രാർത്ഥനകളും ദീർഘമായ ഉപവാസങ്ങളുമാണ് നമ്മുടെ ഫലങ്ങൾ. എന്നാൽ സത്യത്തിൽ നമ്മുടെ അയൽക്കാരൻ നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് പ്രസാദം ഉണ്ടോ എന്നതാണ് ഏറ്റവും ചെറുതും എന്നാൽ വലുതുമായ ഫലം. എത്ര ആഴമുള്ളതാണ് ഈ വചനം! നമ്മൾ പലപ്പോഴും ആത്മീയതയെ ഉയരത്തിലും ദൂരത്തിലും അന്വേഷിക്കുന്നു, എന്നാൽ യഥാർത്ഥ ഫലങ്ങൾ നമ്മുടെ ദൈനംദിന ഇടപെടലുകളിലാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം, നമ്മുടെ കുടുംബാംഗങ്ങളുടെ മുഖത്തെ സന്തോഷം, ഇവയാണ് നമ്മുടെ ഏറ്റവും അടുത്ത ഫലങ്ങൾ. നാം ഉപവസിച്ചിട്ട് കുടുംബത്തിൽ പിരിമുറുക്കം സൃഷ്ടിക്കുകയാണെങ്കിൽ നമ്മുടെ ഉപവാസം നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന ഫലമല്ല, മറിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 22-ഉം 23 വാക്യങ്ങളിൽ ആത്മാവിന്റെ ഫലത്തെക്കുറിച്ച് പട്ടികപ്പെടുത്തുമ്പോൾ പറയുന്നു, പരിശുദ്ധാത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയാണ്. ഇവയ്ക്ക് എതിരായി നിയമമൊന്നുമില്ല. ഈ 9 ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദിനംപ്രതി വളരുന്നുണ്ടോ എന്ന് നാം സ്വയം പരിശോധിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഇവ വളരുന്നതിനനുസരിച്ച് നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും അവ പ്രതിഫലിക്കും. സുറിയാനി സഭയിലെ വിശുദ്ധ ഫിലോക്സനോസ് പിതാവ് ഒരു പ്രസംഗത്തിൽ അരുളി ചെയ്തു, നിന്റെ നാവ് നിന്റെ ഹൃദയത്തിന്റെ മന്ത്രിയാണ്. വാക്കുകൾ ഒരിക്കലും തിരികെ പിടിക്കാനാകാത്ത അമ്പുകളാണ്. നിനക്ക് നിന്റെ ഹൃദയം അറിയണമെങ്കിൽ നിന്റെ വാക്കുകൾ കേൾക്കുക. മറ്റുള്ളവർക്ക് നിന്നെ അറിയണമെങ്കിൽ നിന്റെ വാക്കുകൾ കേൾക്കുക. ഇത് വളരെ പ്രായോഗികമായ ഉപദേശമാണ്. നമ്മുടെ സംസാരം എത്ര ലളിതമായി തോന്നിയാലും നമ്മുടെ ഉള്ളിലെ വൃക്ഷത്തിന്റെ നേരിട്ടുള്ള ഫലമാണ്. ദേഷ്യത്തിൽ പറയുന്ന ഒരു വാക്ക്, പരിഹാസത്തോടെ പറയുന്ന ഒരു വാക്ക്, അസൂയയോടെ പറയുന്ന ഒരു വാക്ക്, ഇവയെല്ലാം ചീത്ത വൃക്ഷത്തിന്റെ ഫലങ്ങളാണ്. എന്നാൽ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്ക്, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്ക്, സ്നേഹം നിറഞ്ഞ ഒരു വാക്ക്, ഇവയാണ് നല്ല വൃക്ഷത്തിന്റെ മധുരമുള്ള ഫലങ്ങൾ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വാക്കുകളിൽ വിവേകം പുലർത്താം, കാരണം ഓരോ വാക്കും ഒരു ഫലമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പിതൃവചനങ്ങളും വചനങ്ങളും നമ്മെ എവിടെയാണ് എത്തിക്കുന്നത്? നാം മനസ്സിലാക്കുന്നു, നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. നമ്മൾ എന്താണെന്നത് നമ്മുടെ ഫലങ്ങൾ എന്ന പേജുകളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ മാറ്റി എഴുതാൻ നമുക്ക് ഇപ്പോഴും അവസരമുണ്ട്. അതിനാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രായോഗിക യാത്ര ആരംഭിക്കാം. ആദ്യത്തെ പടി നമ്മുടെ ഹൃദയത്തിന്റെ വേരുകളെ പരിശോധിക്കുക. നമ്മുടെ ജീവിതത്തിൽ കയ്പും പകയും അസൂയയും ദേഷ്യവും ഉണ്ടെങ്കിൽ അവ ചീത്ത വേരുകളിൽ നിന്നുള്ള ഫലങ്ങളാണ്. അവയെ വെട്ടിക്കളയാൻ നമുക്ക് ഏറ്റുപറച്ചിലിന്റെ കൂദാശയിലൂടെ ദൈവത്തിന്റെ ക്ഷമ സ്വീകരിക്കാം.
നമ്മുടെ ഹൃദയത്തിൽ കരുണയുടെയും സ്നേഹത്തിന്റെയും വിത്തുകൾ വിതയ്ക്കാം. രണ്ടാമത്തെ പടി നമ്മുടെ ദൈനംദിന പെരുമാറ്റം നിരീക്ഷിക്കുക. നമ്മൾ നമ്മുടെ കുടുംബത്തോട് എങ്ങനെ പെരുമാറുന്നു? നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മൾ അറിയപ്പെടുന്നത് ദേഷ്യക്കാരനായിട്ടാണോ അതോ ക്ഷമാശീലനായിട്ടാണോ? നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ നന്മ പ്രചരിപ്പിക്കുന്നുണ്ടോ അതോ കയ്പും വിഷവും? ഈ ചെറിയ കാര്യങ്ങൾ നമ്മുടെ വലിയ ഫലങ്ങളാണ്. നാം ഇന്ന് തന്നെ ഒരു മാറ്റത്തിന് തുടക്കമിടുക. നമ്മുടെ കുടുംബത്തിൽ ഒരു നല്ല വാക്ക് പറയുക, ഒരു ചെറിയ സഹായം ചെയ്യുക, ഒരു പുഞ്ചിരി പകരുക. ഇത് ഒരു ചെറിയ ഫലമാണെങ്കിലും അതൊരു നല്ല വൃക്ഷത്തിന്റെ തുടക്കമാണ്. മൂന്നാമത്തെ പടി നമ്മുടെ ഫലങ്ങൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി ഉപയോഗിക്കുക. നമുക്ക് ഉള്ള സമയം, കഴിവ്, വിഭവങ്ങൾ ഇവ ദൈവം നമുക്ക് തന്ന വിത്തുകളാണ്. നമ്മൾ അവ വെറും സ്വന്തം സുഖത്തിനായി മാത്രം കരുതിയാൽ നമ്മൾ ഫലം കായ്ക്കാത്ത വൃക്ഷമാണ്. എന്നാൽ നമ്മുടെ സമയം കൊണ്ട് ആരെയെങ്കിലും സന്ദർശിക്കുക, നമ്മുടെ കഴിവ് കൊണ്ട് ആരെയെങ്കിലും സഹായിക്കുക, നമ്മുടെ വിഭവം കൊണ്ട് ആരുടെയെങ്കിലും ദാഹം മാറ്റുക, അപ്പോൾ നമ്മൾ നല്ല വൃക്ഷമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, ഓർക്കുക, നമ്മൾ ആരാണെന്ന് വിളിച്ചു പറയേണ്ടതില്ല. എത്ര വലിയ വേദപണ്ഡിതൻ, എത്ര വലിയ പ്രാർത്ഥനാചാര്യൻ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിലെ ഫലങ്ങൾ നമ്മുടെ യഥാർത്ഥ സാക്ഷ്യപത്രമാണ്. നമ്മുടെ അയൽക്കാരന്റെ കണ്ണുകൾ നമ്മെക്കുറിച്ച് എന്താണ് കാണുന്നത്? നമ്മുടെ കുട്ടികളുടെ ഹൃദയങ്ങൾ നമ്മെക്കുറിച്ച് എന്താണ് പഠിക്കുന്നത്? ഇവിടെയാണ് നമ്മുടെ ശാശ്വതമായ മൂല്യം നിർണയിക്കപ്പെടുന്നത്. ഉപസംഹരിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ വചനം നമുക്ക് ഒരു ക്ഷണമാണ് വ്യാജമായ മുഖംമൂടികൾ അഴിച്ചുവെച്ച് നമ്മുടെ ജീവിതം യഥാർത്ഥ ഫലങ്ങളാൽ സമ്പന്നമാക്കാനുള്ള ക്ഷണം. നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പുറം ലോകത്തിന് ക്രിസ്തുവിന്റെ സുഗന്ധമാകും. നമ്മുടെ വാക്കുകൾ രോഗശാന്തിയുടെ ബാമാകും. നമ്മുടെ പ്രവൃത്തികൾ കരുണയുടെ കൈകളാകും. നമ്മുടെ ജീവിതം ദൈവസ്നേഹത്തിന്റെ സുവിശേഷമാകും. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ജയ് ക്രൈസ്റ്റ്.